ഭരണഘടനയുടെ 130 ഭേദഗതി ബിൽ ലോക്സഭയിൽ ഇന്നലെ അവതരിപ്പിച്ചു. അതൊക്കെ കീറി എറിഞ്ഞു പ്രതിപക്ഷം. കാരണം അത് വളരെ ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് കൊണ്ടുവന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കയറ്റിയാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പോൾ ഇനി ആ ഒരു ദിവസം കൂടെ ഉള്ളായിരുന്നു ലോക്സഭ ഉള്ളൂ. ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് പാർലമെൻറ്റിൻ്റെ സമ്മേളനം തീരുക. ഇതിനെക്കുറിച്ച് എന്തിന് കൊണ്ടുവന്നു എന്നുള്ളത് നോക്കണം. എന്താണ് ഈ ബില്ലിൻ്റെ ഉള്ളടക്കം? ആ ബില്ല് മുഴുവനായിട്ട് വായിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് പ്രസിദ്ധപ്പെടുത്തിയിരുന്നില്ല, അത് കിട്ടിയില്ല. അതിനി കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം ശരിയായ രീതിയിൽ പറയാൻ പറ്റും. എന്നാൽ പോലും ഇതിനകത്ത് പറയുന്നത് ഒരാൾ 30, അത് മന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും ഒക്കെ ഉദ്ദേശിച്ചാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അത് കേന്ദ്രമന്ത്രിമാരും ഉണ്ട്, അതായത് യൂണിയൻ മിനിസ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റുകളിലെ, അതായത് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും ഒക്കെ കൂടി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തിന് ജയിലിൽ കിടക്കണമെന്ന് ചോദിച്ചാൽ, ഒരു ക്രിമിനൽ കുറ്റത്തിന് ഒരു 30 ദിവസം കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് മന്ത്രിയാണെങ്കിൽ, കേന്ദ്രമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രി അടുത്ത ദിവസം തീരുമാനിക്കണം, റെക്കമെൻഡ് ചെയ്യണം പിന്നെ പ്രസിഡൻ്റ് അടുത്ത് ഇയാളെ പിരിച്ചുവിടണം, ഇയാളെ ക്യാബിനറ്റ് വേണ്ട എന്ന് പറയണം. അങ്ങനെ പിരിച്ചുവിടണം. അത് പ്രധാനമന്ത്രി ചെയ്യുന്നില്ലെങ്കിലോ ഡീംഡാണ്, അതായത് അത് 31-ാം ദിവസം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതായിട്ട് കണക്കാക്കും, പിന്നെ മന്ത്രിയല്ല. അതാണ്. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിമാരുടെ കാര്യം. ഇതുപോലെ പറഞ്ഞു, ഈ 30 ദിവസം കസ്റ്റഡി ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഇപ്പോൾ ഇത് കൊണ്ടുവന്നത്? ഇത് ആരെ നോക്കിയാണ് ഈ കൊണ്ടുവന്നേക്കുന്നത് നോക്കിയാൽ, കേജ്രിവാൾ നമ്മൾ കണ്ടു, ഒരു എത്രയോ മാസങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനം ഉപേക്ഷിക്കാതെ കിടന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒതുക്കാൻ, അതായത് പ്രതിപക്ഷത്തുള്ള ആളുകളെ ഒതുക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു പണിയാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. മറ്റൊരു മന്ത്രിയുടെ ആണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഇതുപോലെ അയാളെ റിമൂവ് ചെയ്യാൻ തയ്യാറായില്ല. അയാളെ അറസ്റ്റിലായതിൻ്റെ കാര്യമെന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറഞ്ഞാണ്. ED ആണ്, എൻഫോഴ്സ്മെൻറ്റ്. ഇതിൻ്റെ പുറകിലുള്ള കള്ളക്കളി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി എന്താണ് ഈ ബില്ല് ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ കാരണം. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി ഈ വോട്ടർ പട്ടികയിൽ ഉള്ള കള്ളക്കളി വിളിച്ചത് കൊണ്ടുവന്നില്ലേ, അത് ഈ BJP നന്നായിട്ട് ഒലച്ചല്ല, നാട്ടിൽ മുഴുവൻ വലിയ ചലനങ്ങളുണ്ടായി, രാജ്യത്ത് മുഴുവൻ. കാരണം അത് ഇനി പുറത്ത് ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളെ എടുത്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു ടീം തന്നെ പഠിച്ചിട്ട് രാഹുൽ ബാക്കിയും കൂടെ വെളിയിലേക്ക് കൊണ്ടുവരും, പ്രശ്നമാവും. അപ്പോൾ ഇത് വന്നപ്പോൾ ഇതിൽ നിന്നൊന്ന് ശ്രദ്ധ തിരിക്കണ്ടേ ജനങ്ങളുടെ? അതിനോടൊരു അടി ഉണ്ടാക്കണം. അതാണ് ഇപ്പോഴത്തെ ഈ ആവശ്യം. ഇനി രണ്ടാമത്തെ ആവശ്യം, ഞാൻ ഈ പറഞ്ഞ പോലെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഈ ആളുകളെ ഒതുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാലിൻ ഈ മന്ത്രിയെ പിരിച്ചുവിടാനായിട്ട് റെക്കമെൻഡ് ചെയ്തില്ല, അയാൾ മന്ത്രിസഭയിൽ വകുപ്പില്ലാ മന്ത്രിയായിട്ട് തുടർന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ അപ്പം അവരെയൊക്കെ പുറത്താക്കണം. അതിനുള്ള ഒരു മാർഗവുമാണ്. അതാണല്ലോ അവിടെ തമിഴ്നാട്ടിൽ ഗവർണറുമായിട്ടുള്ള ഒരു റിഫ്റ്റ് ഉണ്ടാവാൻ കാരണം, ഗവർണർ രവിയുമായിട്ടുള്ള ഒരു റിഫ്റ്റ് ഉണ്ടാവാൻ കാരണം ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ്. അപ്പോൾ ഓരോരുത്തരെ ഇതുപോലെ ഒതുക്കണം. അതിന് എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ED അങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി. അവർ പറയും ഇതിനകത്ത് ഈ മണി ലോണ്ടറിങ് ഉണ്ട് എന്നങ്ങ് പറഞ്ഞ് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് പിടിച്ചുകൊണ്ട് പോകും, അത് കസ്റ്റഡിയിലെടുക്കും, അറസ്റ്റ് ചെയ്യും, ഇത് റിമാൻഡിലാവും. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 30 ദിവസം ആയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ 31-ാം ദിവസം മുതൽ പിന്നെ മുഖ്യമന്ത്രിയോ ഒന്നും അല്ലല്ലോ. ഈ രീതിയിലേക്ക് പോകും. ഇതാണ് കാര്യങ്ങൾ. ഇതിനു വേണ്ടിയാണ് ഇപ്പം അപ്പം നോക്കും ഈ പ്രതിപക്ഷത്തിരിക്കുന്ന, അതായത് ഇത് യഥാർത്ഥത്തിൽ ഫെഡറലിസത്തിനെ കൊല്ലുന്നതിന് തുല്യമാണ് ഈ വന്നേക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ തത്വങ്ങളെ അട്ടിമറിക്കുന്ന, നമ്മുടെ ഈ ഭരണത്തിനെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് ഇതിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്.
ഇത് ശരിയായ രീതി പഠിക്കാതെയും ഒന്നും നോക്കാതെയും ഒക്കെയാണ് ഇതൊക്കെ ഈ പണി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആളുകളെ ഒതുക്കാം എന്നുള്ളതിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്, അതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മന്ത്രിമാരുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളെങ്കിലും ഇനി അയാൾ ഒരു പക്ഷേ അടുത്ത ഇലക്ഷന് പ്രധാനമന്ത്രി ആയിരിക്കട്ടെ. അവൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലിരുന്ന അല്ലയോ, ആ നേരെ അങ്ങോട്ട് പോയിട്ട് ഇയാളെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവുക. കാരണം ഇന്നതുപോലെ നാഷണൽ ഹെറാൾഡ് ആ പത്രത്തിനകത്ത് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോവുക. ഒരു 30 ദിവസം കസ്റ്റഡിയും എല്ലാം കൂടെ ആയി തീർന്നു. പ്രധാനമന്ത്രിയല്ല, അല്ലേ അയാളൊരു മന്ത്രിയാന്നിരിക്കട്ടെ, അതും അയാളെ ഒതുക്കാം. പിന്നെ ഇയാളെന്നല്ല, ഈ പ്രതിപക്ഷ നിരയിലുള്ള ആരെങ്കിലും ഏത് വിരോധം ഉള്ള ആളുകളെ ആന്നിരിക്കട്ടെ, ഇപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ നോക്കി വെച്ചേക്കുന്ന മമതാ ബാനർജി, ഏതെങ്കിലും ഒരു കാരണം ഒന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിയെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുക, കസ്റ്റഡിയിൽ എടുപ്പിക്കുക, തീർന്നു, അറസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം സുഖമായി. പിന്നെ മമത മുഖ്യമന്ത്രിയല്ല. ഇതുപോലെ BJP ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആ ഭരണം പിടിച്ചെടുക്കാൻ കുറുക്കുവഴിയിലൂടെ എല്ലാം കുറുക്കുവഴികളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടു. ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണോ ക്രമക്കേടുകൾ? ബാംഗ്ലൂർ സെൻട്രലിലെ ആണെന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട മഹാദേവപുര എന്ന് പറയുന്ന ഒറ്റ നിയമസഭ കോൺസ്റ്റിറ്റ്യുവൻസിൽ അതിൽ മാത്രം 1,20,150 വോട്ടുകളാണ് ചേർത്തേക്കുന്നത് എത്ര? 8x10 വെറും 80 സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തീർണമുള്ള ഒരു മുറിക്കകത്ത് 89 പേര് താമസിക്കുന്നതായിട്ട് കാണിച്ചാണ് അത് ചേർത്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഈ മുറിയിൽ 89 പേർക്ക് കയറാൻ പറ്റും. അതിനകത്ത് ഒരു 4 പേർക്ക് നമുക്ക് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കാം. ബാംഗ്ലൂർ പോലുള്ള സ്ഥലമൊക്കെ അല്ലേ, വലിയ ചിലവുള്ളതാണ് താമസത്തിന്. 4 പേര്, അത് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. അവിടെ 89 പേര് ആ അഡ്രസ്സിൽ തന്നെ ഉണ്ടെങ്കിലോ. പിന്നെ അത് മാത്രമോ, ഓരോരുത്തരുടെ എല്ലാം പേരും നാളും ഒക്കെ ഒന്ന് നോക്കിക്കോളൂ. വീട്ടുപേര് എന്നറിയാം, 000 അല്ലെ 0000 എന്ന് പറഞ്ഞ് കുറേ പൂജ്യങ്ങളാണ് ഓരോരുത്തരുടെ വീട്ടുപേര്. പിന്നെ അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ന്യായമുണ്ട്, വളരെ. ഈ പാലത്തിനടിയിൽ കിടക്കുന്നവർ, റോഡിൽ തെരുവിൽ താമസിക്കുന്നവർ, കടത്തിനെ കിടന്നുറങ്ങുന്നവർ, അങ്ങനെയുള്ളവർക്ക് വോട്ട് വേണ്ടെന്നാണ്. അങ്ങനെയുള്ളവർക്ക് വോട്ട് വേണമെന്ന് പറയുന്നിടത്താണ് സ്വന്തം വീടുള്ള ബീഹാറികളെ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത്. അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ എല്ലാവർക്കും വോട്ട് കൊടുക്കണം എന്നുള്ളത്, ഭിക്ഷക്കാർക്കും അവർക്കും ഒക്കെ വോട്ട് കൊടുക്കണം എന്ന് പറയുന്ന, വോട്ടവകാശം കൊടുക്കണം എന്ന് പറയുന്ന അത് തന്നെ എന്ത് വൈരുദ്ധ്യമാണ്, നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് ശ്രദ്ധ ഒന്ന് മാറ്റണം ജനങ്ങളുടെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇതേപോലെ ഓരോരുത്തരെ ഏതെങ്കിലും വിധത്തിൽ ഒരാളെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. വളരെ ഗുരുതരമായ കാര്യമാണ് ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് 2 ബില്ലുകൾ ഇതുപോലെ പെട്ടെന്ന് അവതരിപ്പിച്ച് അതുപോലെ ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കിയെടുത്തു. പക്ഷേ വലിയ ബഹളം തന്നെ നടന്നു ലോക്സഭയിൽ. പക്ഷേ മൃഗീയ ഭൂരിപക്ഷം NDAക്ക് ഉള്ളതുകൊണ്ട് ഈ NDAയിലുള്ള കക്ഷികളൊന്നും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. പക്ഷേ നാളെ നിങ്ങളെ അന്വേഷിച്ച് വരും എന്നുള്ളത് തിരിച്ചറിയണം. കാരണം നിങ്ങൾക്കൊരിക്കലും ഈ BJPയോട് ഇത് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പണികളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് അനുകൂലിച്ച് പറയുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ മനസ്സിലാക്കി. പക്ഷേ എനിക്ക് ഇതിനോട് വളരെ വിയോജിപ്പാണുള്ളത്. ഇത് തെറ്റാണ്. ഇത് പൂർണ്ണമായിട്ടും, അതായത് മന്ത്രിമാർക്ക് മാത്രം വല്ല ഫേവറും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, അതെല്ലാം തെറ്റായ കാര്യമാണ്, ചോദ്യങ്ങളാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇത് കൊണ്ടുവന്നേക്കുന്ന ഈ ബില്ലെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധം എന്നേ കാണാൻ പറ്റുള്ളൂ. അത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായി ഇത് മാറും എന്നുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഇനി ഇത് നിയമം പാസ്സായി ആക്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. കാരണം ഇത് ഒന്ന് വായിക്കാൻ കിട്ടണം, എന്നാലേ അറിയുള്ളൂ.